ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാറ് വാങ്ങിച്ച ഒരു രംഗം കണ്ടു. വേറെ ആരുമല്ല, നമ്മുടെ ആദില നൂറമാറാണ് കാറ് വാങ്ങിച്ചത്. അപ്പോഴതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, ഇത് ഞങ്ങളുടെ ഡ്രീംസാണ്, ഇത് ഞങ്ങളെ കൊണ്ട് കൂടൂല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, ഇത് ഞങ്ങളെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ നോക്കിയ ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ, അതായത് ഇവർ തന്നെ പറയുന്നതാണെന്ന് പറഞ്ഞിട്ട് കുറേ വാക്യങ്ങളും കണ്ടു. എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, അതായത് രണ്ട് പേർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മമാർ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്. രണ്ടുപേരും വാങ്ങിക്കുന്നത് നല്ല രീതിയിലുള്ള സാലറിയാണ് വാങ്ങിക്കുന്നത്. ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേരുടെയും സാലറി 1,00,000-അടുത്ത് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലൊക്കെ എന്താ പറയുക അത്യാവശ്യം സാലറിയൊക്കെ ഉള്ളതാണ്. അതുമാത്രവുമല്ല, ഇവർക്കാണെങ്കിൽ വീട്ടിൽ കൊടുക്കണ്ട, നാട്ടിൽ കൊടുക്കണ്ട, പിരിവിന് കൊടുക്കണ്ട, വേറെ ഒന്നിന് കൊടുക്കണ്ട, ചാരിറ്റി ചെയ്യേണ്ട ഒരു ഇതുമില്ല. ഇവർക്ക് ആകെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരുടെ താമസം, 2 പേരുടെ ഭക്ഷണം. അപ്പോഴും അവിടെ പൈസയൊക്കെ അങ്ങനെയല്ലേ. പിന്നെ ഇവർ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല, നിങ്ങളെ കൊണ്ട് ആവൂല എന്നൊക്കെ പറഞ്ഞവരിപ്പോഴെവിടെ എന്നൊക്കെ ചോദിക്കുന്നില്ലേ? നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം തന്ന മാതാപിതാക്കളില്ലേ, അവരാണ് നിങ്ങളുടെ ഈ ഒരു കാരണത്തിന് ഇതെന്ന് പറയാവേണ്ടത്. നിങ്ങൾ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല, നിങ്ങൾ ഒരു പ്രചോദനവും കൊടുക്കുന്നില്ല. നിങ്ങൾ ശരിക്കും സമൂഹത്തിലേക്ക് കൊടുക്കുന്നത് എന്താണ്? അതായത് ഇവരെ കണ്ടിട്ട് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? അച്ഛനെയും അമ്മയെയും തള്ളിക്കളയുക, ചിലവുകളില്ല, മറ്റാരെയും ബോധിപ്പിക്കേണ്ട, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, എവിടെ വേണമെങ്കിലും പോകാം, അതുപോലെ തന്നെ ചോദിക്കേണ്ട, പറയണ്ട, ഇതൊന്നുമില്ല. ഇങ്ങനെയാണോ ജീവിതം? ഇതാണോ പഠിക്കേണ്ടത്? ഒരിക്കലും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളാരും ആദില നൂറമാരെ കണ്ടിട്ട് നാളെ തന്നെ കാറ് വാങ്ങിക്കാം എന്ന് കരുതിയിട്ട് പുറപ്പെട്ടു പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇതൊന്നും ഒരാളെ അച്ഛനമ്മമാരുടെ മനസ്സുകൾ വിഷമിപ്പിച്ചുകൊണ്ട്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവർക്കെന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടെല്ലാം ചെയ്യാം, അവരുടെ ജീവിതം എങ്ങനെയാണെന്നൊക്കെ അവർക്ക് ചെയ്യാം, അതൊക്കെ അവർക്ക് അധികാരമുണ്ട്. പക്ഷേ ഇത് മറ്റുള്ളവർക്ക് എന്തോ ഒരു പ്രചോദനമാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരും ഇതുപോലെ ചിന്തിക്കണം, മറ്റുള്ളവരും ഇങ്ങനെ ആകണം ഞങ്ങളെപ്പോലെ എന്നൊന്നും വാശി പിടിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഇഷ്ടം മാത്രമാണ്, നിങ്ങളുടെ ജീവിതം. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു കാറ് വാങ്ങിച്ചതുകൊണ്ട് ഒരു മനുഷ്യനും വലിയ ജീവിതത്തിൽ വിജയിക്കുന്നൊന്നുമില്ല. അപ്പം നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളുടെ ജീവിതം അങ്ങ് വിജയമൊന്നുമല്ല. നിങ്ങളുടെ ജീവിതം വിജയമാണെന്ന് പറയേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരൊന്നുമല്ല, നിങ്ങൾ തന്നെ ഒരു 10-60 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞങ്ങൾ തെറ്റിപ്പോയിന്നോ, ഇല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ഇതായിന്നോ, ഇതൊക്കെ പറയാൻ തുടങ്ങും. ഇപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരോടുമുള്ള വെല്ലുവിളികളാണ്, പലരോടുമുള്ള ദേഷ്യങ്ങളാണ് നിങ്ങൾ കാണിക്കുന്നത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബിഗ് ബോസിൽ കണ്ടപ്പോഴേ ആദില നൂറമാറിൽ ആദിലക്ക് നല്ല രീതിയിൽ പിന്നെ മാതാപിതാക്കളോട് വൈരാഗ്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് നല്ല രീതിയിലുള്ള വൈരാഗ്യമുണ്ട്. അതിന് അവർ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷകൾ, അവരുപയോഗിച്ചിരിക്കുന്ന പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞ് ഇതൊക്കെ ഒരു കുടുംബത്തിൽ നടക്കുമോ? കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു കേസ് ഫയൽ ചെയ്യല്ലേ എന്നാണ് വേണ്ടത്. അതൊന്നും ചെയ്യാതെ വന്നിട്ട് ഓരോ സ്ഥലത്ത് വന്നിട്ടും വിളിച്ചു പറയുകയാണ് എൻ്റെ കൊച്ചാപ്പ, ഇളയപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരാൾക്കാരെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ അവർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുക? നേരെ കേസ് കൊടുക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ അവരെ നാണം കെടുത്തിക്കൊണ്ടേയിരിക്കുകയല്ല വേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നൂറയ്ക്ക് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ മാതാപിതാക്കളോട് സ്നേഹമുണ്ട്. പക്ഷേ ആദില അതിന് സമ്മതിക്കുന്നില്ല. ആദിലയ്ക്ക് അതിലെന്തോ ഒരു എതിർപ്പുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. അതായത് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിലയുടെ ആ ഒരു എന്താ പറയേണ്ടത്, ഭയങ്കരമായിട്ടുള്ള ഇതുണ്ടല്ലോ, പ്രഷറുണ്ടല്ലോ, നീ എൻ്റെ കൂടെ വരണം, അങ്ങനെ രണ്ടുപേരും ഒരു തീരുമാനത്തിൽ എത്തിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ കാറ് വാങ്ങിച്ചു, ഇല്ലെങ്കിൽ കൂടെ കുറേ ആൾക്കാരുണ്ട്. ആ കൂടെ കൂടിയവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ നന്നാക്കാനൊന്നുമല്ല, നിങ്ങളെ നന്നാക്കിയിട്ട് അവർക്കെന്തോ ഒരു ഇത് കിട്ടാനൊന്നുമില്ല. അത് അവരുടെ വൈരാഗ്യവും പോലും നിങ്ങളെ വെച്ചിട്ട് അവർ തീർക്കുന്നതാണ്. അതാണ് എനിക്ക് മനസ്സിലായത്. പല ആൾക്കാരും ഇവിടെ എന്താ പറയേണ്ടത്, ഇവിടെ ചില ആൾക്ക് ഭയങ്കര സപ്പോർട്ട് മറ്റേ ഇതെല്ലാം കണ്ടു, ഒരു സപ്പോർട്ടും ഇല്ല. കാരണം വയ്യാതെ ഒരു 5 ദിവസം ആശുപത്രി കിടന്നു കഴിഞ്ഞാൽ മനസ്സിലാകും ആരൊക്കെ സപ്പോർട്ടുണ്ട്, ആരൊക്കെ സപ്പോർട്ടില്ല എന്ന്. അവിടെയൊക്കെ വരാനുള്ളത് കുടുംബം മാത്രമായിരിക്കും, അല്ലാതെ വേറെ ഒരു തേങ്ങാക്കൊല ഒരാൾ പോലും വരില്ല, ഒരു മനുഷ്യന്മാർ പോലും വരുമെന്ന് വിചാരിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് മനസ്സിലാകും അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കുടുംബം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറും വാങ്ങിച്ച് ഞങ്ങളെന്തോ ഒരു വലിയ സംഭവമാണ്, ഞങ്ങളെന്തോ ഒരു വലിയ സംഭവം ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങൾ ഇതുപോലെ, നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ നിന്നോ ഒരു കുഴപ്പമില്ല. പക്ഷേ അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകണമെന്നോ, അല്ലെങ്കിൽ ഇതാ ഞങ്ങളെ ആരെയോ തോപ്പിച്ച പോലെ ഒരു കാറ് വാങ്ങിച്ച് തോപ്പിച്ച്, ഇതൊന്നും അല്ല. നിങ്ങൾ ഉണ്ടാക്കിയ പൈസ തന്നെയാണ്, നിങ്ങളല്ലെങ്കിലും ജോലി ചെയ്തുണ്ടാക്കിയ പൈസ തന്നെയാണ്. നിങ്ങളിപ്പോൾ ഈ ജീവിതത്തിലേക്ക് വന്നിട്ടില്ലെങ്കിലും 2 പേരും കാറ് മേടിക്കും. ഇത് 2 പേർക്കും കാറ് മേടിക്കേണ്ട എല്ലാ സാമ്പത്തിക ശേഷിയുണ്ട് എന്നറിയാം. അവിടെ ഒരു നാടകം കളിക്കേണ്ട ആവശ്യമുണ്ടോ? അത് ഞങ്ങൾ കഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് അതിനു വേണ്ടിയിട്ട് ഇത് ചെയ്തു എന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? അതൊന്നുമില്ല.
ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം സാലറി കിട്ടുന്നവർ തന്നെ ആയിരിക്കും, നല്ല വിദ്യാഭ്യാസവും വലിയ കമ്പനിയിൽ ജോലിയാണ്. ആ ജോലിക്ക് എന്നെല്ലാം പറഞ്ഞാൽ മിനിമം 50,000 ഉറുപ്പ്യെങ്കിലും സാലറി ഉണ്ടാകും. പിന്നെ വേറെ എന്തൊക്കെയോ കൂട്ടിയിട്ടില്ല, ബാക്കി ഈ പിന്നെ അലവൻസ് വേറെ ചെയ്യും. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് പിന്നെ ബിഗ് ബോസും തന്നെ 2 പേർക്ക് നല്ലൊരു തുക കിട്ടിയിട്ടുണ്ടാകും. അതായത് നല്ല പൈസ ബിഗ് ബോസ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴെന്ന് പറഞ്ഞു മുട്ടായി പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്മാർക്ക് വാങ്ങിച്ചു കൊടുക്കണ്ട, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവർക്ക് കാറ് വാങ്ങിയത് എന്താ? ഇവരെവിടെയാണ് അതിനു മാത്രം എന്ന് പറഞ്ഞാൽ വിഷമിച്ചത്? നമ്മൾ വിഷമിച്ച് കാറ് വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? കുടുംബത്ത് 10 പൈസ കൊടുത്ത്, അച്ഛനും അമ്മയ്ക്കൊക്കെ പൈസ കൊടുത്ത്, സഹോദരങ്ങൾക്ക് പൈസ കൊടുത്ത്, അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി, എന്നിട്ട് നമ്മളൊരു കാറ് വാങ്ങിക്കുമ്പോൾ നമുക്ക് പറയാമോ ഇത് ഞാൻ എത്ര അധ്വാനിച്ചാണ് വാങ്ങിച്ചതെന്നറിയാം. ഇതിപ്പോഴും എന്ന് പറഞ്ഞ ഒരു കാറിൻ്റെ പിക്ചറും കൊണ്ടുവന്നിട്ട് എന്നാൽ പിന്നെ എൻ്റെടാ അതിലാ 100 വരെ കാറ് വാങ്ങിച്ച് നമ്മൾ കാണുന്നില്ലേ, നമ്മളിങ്ങനെ നടന്ന് മടുത്താർന്ന് നോക്കറാർന്ന് നമുക്കൊരു കാറുമില്ല ഒന്നുമില്ല, അതിലാ 100 വരെ കാറ്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്തോടെ, ഈ കുടുംബങ്ങൾ എന്തിനാ നീറ്റിങ്ങൾ നശൂലം പിടിച്ച് അച്ഛനും അമ്മയും പാടുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങ് വന്നാൽ പോരെ എന്ന് പലർക്കും തോന്നിയിട്ടുണ്ടാവും ചിലപ്പോഴേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊന്നും വലിയൊരു വാർത്തയാക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ ഇതൊന്നും വലിയൊരു അച്ചീവ്മെൻറ്റോ ഇതൊന്നുമല്ല. ഒരു കാറ് വാങ്ങിക്കൽ എന്ന് പറഞ്ഞാൽ നിസ്സാരമാണ്. ഞാൻ പറഞ്ഞല്ലോ, അവർക്കെന്ന് പറഞ്ഞാൽ ഒരു മാസത്തെ ശമ്പളം തികച്ചു വേണ്ട, ആ ഒരു ശമ്പളം കൊണ്ട് പോയിട്ട് കഴിഞ്ഞാൽ എന്നെ കാറ് കൊടുക്കൂ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് അവിടെ വലിയൊരു ഷോ കിട്ടിയില്ലേ, പിന്നെ 2 ഉദ്ഘാടനങ്ങൾ കിട്ടിയാൽ പോരെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴേ അവർ കഷ്ടപ്പെട്ട് കാറ് മേടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ പറയണ്ടേ, മറ്റുള്ളവരെയൊക്കെ നിങ്ങളൊക്കെ അസൂയ കൊണ്ട് ചാകണം എന്ന് പറഞ്ഞിട്ട് ഇട്ട ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് പലരും ഇത് പങ്കുവെച്ചത് അതുപോലെ തന്നെയാണ്. നീയൊക്കെ കണ്ട് പഠിക്കടാ, നീയൊക്കെ കുറ്റം പറഞ്ഞ ആൾക്കാരെ നോക്കടാ, നീയൊക്കെ കുറ്റം പറഞ്ഞ ആൾക്കാർ കാറ് കൊടുത്ത് നടക്കുന്ന നോക്കടാന്ന് പലരും പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ നിന്നും ഇങ്ങനെ വന്നു കഴിഞ്ഞാലും ഒരു കുഴപ്പവുമില്ല. എൻ്റെ പൊന്നു മക്കളെ, നമ്മുടെ സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരല്ല. ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആവുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ രക്ഷകർത്താക്കളാകാൻ ഒരുപാട് ആൾക്കാരുണ്ടാകും. ആവുന്ന കാലത്ത് നമ്മളെ സഹായിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാകും. ആവാത്ത കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കാത്ത കാലം ഉണ്ടാകും. അവിടെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, വേറെ എവിടെയോ അല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ എന്തും നടക്കും, ഒരു കുഴപ്പമില്ല, ഇപ്പോഴങ്ങനെ പറന്ന് നടക്കാം. പക്ഷേ കുറേ നാൾ കഴിയുമ്പോൾ ഒറ്റയ്ക്കായി എന്നുള്ളൊരു വിചാരം ഇങ്ങനെ കൂടെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവെക്കുമ്പോഴും അതുപോലെ തന്നെ അതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടൊന്നും ആരും പോകാൻ നിൽക്കണ്ട. അതായത് ഏറ്റവും നല്ല സുവർണ്ണകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയും കൂടെയുള്ള കാലം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ബിഗ് ബോസ് കണ്ടത് മുതലെന്ന് പറഞ്ഞാൽ പലർക്കും ചങ്കിടിപ്പാണ്, പല അമ്മമാർക്കും ചങ്കിടിപ്പാണ്. കാരണം എന്താ വെച്ചാൽ മക്കളൊക്കെ ഇത് കുത്തിയിരുന്ന് കാണുന്നുണ്ട്, ഈശ്വര എന്താവും നാളെ എന്നുള്ള ചങ്കിടിപ്പ് അത് ഉണ്ടാകും, എല്ലാവർക്കും ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ഈ വാർത്ത കണ്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ പലരുടെയും മനസ്സിലുള്ള കാര്യം ഇതാണ്. നമ്മളിങ്ങനെ വെറുതെയും പഠിച്ച് കഷ്ടപ്പെട്ട് ഇതുപോലെ ആക്കി, എന്നിട്ടിപ്പോഴും ഒരു കാറുമില്ല ഒന്നുമില്ല, ഒരു സൈക്കിൾ പോലും വാങ്ങിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ചിന്താഗതി പലരുടെയും മനസ്സിൽ വരുത്താൻ മാത്രമേ ആ ഒരു ഇതുകൊണ്ട് ഉപകാരമുള്ളൂ എന്നേ ഞാൻ പറയുള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഒരു ഉപകാരവുമില്ല. അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഇഷ്ടംപോലെ പൈസയുണ്ട് കയ്യിൽ, ഒറ്റത്തടി ജീവിതം, വേറെ ഒന്നുമില്ല, നോക്കണ്ട, കൊയ്യണ്ട, വിതക്കണ്ട, ഒന്നും ചെയ്യണ്ട, ജോലിക്ക് പോവുക, വരുക, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക. അല്ലാതെ ബന്ധുക്കളുടെ കല്യാണത്തിനോ ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടിക്കോ ഇവരുടെ അടിക്കോ ഒന്നും പോണ്ട. 5 പൈസേൻ്റെ ചിലവില്ലാത്തവർക്ക് പിന്നെ എന്തിനാണോ കാറ് വാങ്ങിക്കുന്നതിന് എന്താ പ്രശ്നം? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി ഇവർ നാളെ കാറ് വാങ്ങിച്ചാലോ എന്ന് ചോദിച്ചിട്ട് എന്നാൽ ശരി, എന്നാൽ നാളെ നമുക്ക് പോടി വാ എന്നാൽ പോവാം, ഇങ്ങനെയൊന്നും ആരും പോകാൻ നിൽക്കരുത്. കാരണം എന്താ വെച്ചാൽ അവരുടെ ജീവിതം അവർ ജീവിക്കുന്നത്. അവർ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല ആൾക്കാരെയും കാണിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലിടുന്നത് ചിലപ്പോൾ അവരുടെ അച്ഛനമ്മോരെ തോപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരുടെ ഊറിച്ചിരിക്കുന്ന പിടാർന്ന്. കാരണം എന്താ വെച്ചാൽ അവർ കാരണമല്ലേ ഈ കാറ് വാങ്ങിക്കാൻ കഴിഞ്ഞത്. അവർ വിദ്യാഭ്യാസം കൊടുത്തിട്ട് ഇവരെന്താ ചെയ്യുക? ഇവർക്ക് സ്വന്തം പഠിക്കാൻ പറ്റുമോ? അല്ലെ ഇപ്പോൾ ഇല്ല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴേ അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഇപ്പോഴേ അവന്മാർ ആരെങ്കിലും വന്നിട്ട് 10 പൈസ മുടക്കിയിട്ട് പഠിപ്പിക്കുമോ? ഒരിക്കലും പഠിപ്പിക്കത്തില്ല. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാരാണ്. അതുകൊണ്ട് തന്നെ അവരെ മനസ്സുകൊണ്ടെങ്കിലും തള്ളിപ്പറയാണ്ടിരിക്കുക. അതായത് നിങ്ങളിപ്പോൾ ചെയ്യുന്ന പബ്ലിക്കായിട്ട് തള്ളിപ്പറയലാണ്, പക്ഷേ അവരെ ഒരിക്കലും തള്ളി പറയരുത്. അവരെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോഴേ എൻ്റെ അച്ഛൻ ഇങ്ങനെയാണ്, എൻ്റെ അമ്മ ഇങ്ങനെയാണ്, അങ്ങനെയല്ല പറയേണ്ടത്. അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾ വന്നിട്ടുണ്ടാവുക. ആ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മമാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. നന്ദി, നമസ്കാരം. എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യണേ. ബൈ ബൈ.